ചാത്തമംഗലം പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പെട്ടിക്കടകൾ ഇവിടെ നോക്കിയാൽ കാണാം. പെട്ടിക്കടകൾ ഉൾപ്പെടെയുള്ള തട്ടുകടകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ HI ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാവരും ഇതിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഇത്തരത്തിലുള്ള ശോചനീയ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇതിന് സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിലുള്ള പല മേഖലകളും ഇതിൽ ഇടപെട്ടിട്ട് പരാതിയും കാര്യങ്ങളും കൊടുത്തിട്ട് തന്നെ ഇതിനൊരു നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ NIT ക്യാമ്പസാണ് തൊട്ടടുത്തുള്ളത്. NIT ക്യാമ്പസിന്റെ പരിസരമുള്ള പല വിദ്യാർത്ഥികളും ഇവിടെ വന്ന് ചായ കുടിക്കാൻ ഫുഡ് ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ ഈ വൃത്തിഹീനമായിട്ടുള്ള ഈ സ്ഥലത്ത് നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ തന്നെ പല പരാതികൾ കിട്ടിയിട്ടും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും ഈ വൃത്തിഹീനമായിട്ടുള്ള ഈ പരിസരങ്ങൾ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് അധികാരികളിലേക്ക് പല യുവജന സംഘടനകളും പിന്നെ പരാതികൾ കൊടുത്തിട്ടും ഒരു തരത്തിലുള്ള ആക്ഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മളിവിടെ ഒരുപാട് തവണ ഇവിടെ അത്രയും മലിനമായ ഏരിയയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പനക്കെതിരെ ശക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നടപടികൾ വരും, 1-2 പ്രാവശ്യം അവിടെ വരും, പിന്നെ ചെക്കിങ് വരും, കൂട്ടിപ്പോവും. വൈകുന്നേരം 3:30 മണി തൊട്ടിട്ടാണ് ഇവിടെ എന്താവുന്നത്, വളരെ വൃത്തിഹീനമായ എന്താ പറയാ തെരുവ് നായകൾ നക്കുക, അങ്ങനത്തെ ഈ പ്ലേറ്റിലും കാര്യത്തിലും ഒക്കെയാണ് ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത് തന്നെ. അപ്പൊ അതിനെതിരെ ഒന്നും ഒരു നടപടിയും ഇല്ല. അപ്പൊ ഇത് എന്താ പറയാ, ശരിക്കും വൈകുന്നേരം വന്നിട്ട് വൈകുന്നേരം എന്താക്കണം, വളരെ എന്താ പറയാ ചെക്കിങ് നടത്തണം. അതുകൊണ്ട് തന്നെ NIT ഏറ്റവും എന്താ പറയാ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഭക്ഷണം കഴിച്ചു പോകുന്നത്. അതിനെതിരൊക്കെ NITയും വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യണം, ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിന് എന്താ പറയാ കെയർ ചെയ്യാനുള്ള ഒരു ഇത് വരണം. ഓപ്പൺ ആക്കുന്നത് വൈകുന്നേരം 3 മണി 4 മണിക്കാണ് ഈ സംഭവങ്ങളൊക്കെ ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ആ 4 മണിക്ക് എന്താ പറയാ ഉദ്യോഗസ്ഥരൊക്കെ വീട്ടിൽ പോകും. അപ്പൊ അത് ആ സമയത്ത് വന്ന് ഞാൻ ചെക്ക് ചെയ്യുകയും ഒഴിപ്പിക്കുകയും നല്ല രൂപത്തിൽ എന്താക്കണം, അവിടെ ഒരു ഫുട്പാത്തോ കാര്യങ്ങളോ ഒരു പാർക്കിങ്ങോ ഒന്നുമില്ല. അതൊക്കെ തിരിച്ചു വരേണ്ടത് കട്ടാങ്ങലാണ്. ഒരു വശത്ത് എന്താ പറയാ ഇവിടെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ഈ കച്ചവടക്കാരൊക്കെ ഈ ഹോട്ടലുകാരൊക്കെ ഹെൽത്ത് കാർഡ്, ലൈസൻസ്, വാട്ടർ ടെസ്റ്റ് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു ക്യാന് വെള്ളത്തിൽ എന്താ പറയാ അതിൽ ചായ ഉണ്ടാക്കുന്നുണ്ട്, പാത്രം കേൾക്കുന്നുണ്ട്, എല്ലാ പണിയും ഒരു ക്യാന് വെള്ളമോ ഒരു പിന്നെ ഒരു പ്ലേറ്റോ അത്രയും വളരെ കൂളായിട്ടാണ്. അത് വാഷ് ബേസ് ഒക്കെ നോക്കിയാൽ തന്നെ വേണം, ഒരു പാട്ടെടുത്തിട്ട് അതിൽ തന്നെ കൈ കഴിക്കുക, അവിടെ തന്നെ തുപ്പിയിടുക, അതിൽ തന്നെ അവിടെ തന്നെ സ്റ്റൂൾ ഇട്ടിരുന്ന് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക. അതിനൊക്കെ ഒരു മാറ്റം വരണം, നിർബന്ധമാണ്. ഇവിടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇതിനെതിരെ ശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും മുന്നോട്ടും പോരാടിക്കൊണ്ടിരിക്കും. പഞ്ചായത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പകർച്ചവ്യാധികൾ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അടിയന്തരമായ ഒരു യോഗം വിളിച്ചു ചേർക്കപ്പെട്ടിരുന്നു. അതിൽ ബന്ധപ്പെട്ട PWD, പോലീസ്, അങ്ങനെ എല്ലാ വിഭാഗം ആരോഗ്യ പ്രവർത്തകരൊക്കെ തന്നെ ആളുകൾ ഇതിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ വെച്ച് പഞ്ചായത്ത് വളരെ PWDയുടെ അധീനതയിലുള്ള ഒരു റോഡ് എന്ന് നൽകി PWD അധികരോട് എത്രയും പെട്ടെന്ന് അവിടെ എടുത്തു മാറ്റണം, അതിന് യാതൊരുവിധ നിയമപരമായ ആനുകൂല്യങ്ങളും നൽകരുത് എന്ന് പറഞ്ഞ് എടുത്തു മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ട് ഇന്നേവരെ PWDക്ക് എടുത്തു മാറ്റാനുള്ള നടപടികൾ ഉദ്യോഗ സംവിധാനത്തിന് അടുത്ത് ഉണ്ടായില്ല. നമുക്ക് ഏതൊരു സങ്കടകരം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ സർക്കാർ ഊർജിതമായി ഇത്തരം കാര്യങ്ങളിൽ ആരോഗ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ അടുത്ത് തന്നെ വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നുണ്ടല്ലോ എന്ന് സംശയമാണ്. ഉദ്യോഗസ്ഥന്മാർ ഇതിനെയൊക്കെ അതിന്റെ ഒരു ഉദാസീനത മനോഭാവത്തോടുകൂടി കാണുന്ന ഒരു സാഹചര്യം നിലനിൽക്കുക. ലൈസൻസ് ഉള്ള കച്ചവടക്കാരുടെ പീടികയിൽ കയറി നമ്മൾ പരിശോധന നടത്തേണ്ടതല്ല, ആ പരിശോധനയിലൂടെ നമ്മളെ കൺമുമ്പിൽ ഇങ്ങനെ തുറസായി കിടക്കുന്ന സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ കാണാതെ പോകുന്നെന്ന് പറയുമ്പോൾ ഏറെ സങ്കടകരമാണ്. അതിന് നേതൃത്വം നൽകേണ്ട ആരോഗ്യ പ്രവർത്തകര് അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് നമ്മുടെ നാടിന് ഭീഷണിയാണ്. അപ്പൊ അതിനൊക്കെയുള്ള കർശനമായ നിലപാടുകൾ പഞ്ചായത്ത് സ്വീകരിക്കും. യാതൊരുവിധ മുഖം നോക്കൂല, ആരായാലും ശരി അത്രയും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. മറ്റേ നമ്മളെ ദൈനംദിനം കാണുന്നതാണ്. 1% പോലും പഞ്ചായത്തിനോ മറ്റുള്ള സംവിധാനങ്ങൾക്ക് അതിനോട് ഒരു എന്താ പറയുക കുറവ് നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് അത് എടുത്തു മാറ്റുന്നതിന് വേണ്ട നടപടി നമ്മൾ നേതൃത്വം നൽകുക യാതൊരു സംശയമില്ല. Invest your sleep on right mattress. Forwish mattress for healthy sleep.
Gold and Diamonds, Mavur, Puvattuparambur.